മാസത്തിൽ വരുവാണ് അവനെ കാണാൻ വേണ്ടി കൊച്ചിനും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അവള് വളർന്നു വലുതാകുമ്പോഴേ അവളുടെ തിരക്കുകളിലേക്ക് പോകും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണ്ടേ? അല്ലേ എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. വാശിക്കൊരു കുറവില്ലേ? അത് ജെനറ്റിക്സ് അല്ലേ, കിട്ടാതിരിക്കോ? പിന്നെ സുഖമാണോ? സുഖം. എവിടെയോ? ഓക്കെയാണ്. നീതുവിനെ കണ്ടിരുന്നു കഴിഞ്ഞ ആഴ്ച. നിനക്കെന്തോ കല്യാണാലോചന നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അധികം അതിനെ ചൊറിയാൻ വേണ്ടി പറഞ്ഞോ? മനു എബ്രോഡ് പോയിരുന്നോ? ഇല്ല, നെക്സ്റ്റ് വീക്ക്. പിന്നെ 2 മാസം കഴിഞ്ഞാൽ ഞാനും അങ്ങ് പോകും. കൂടെ അല്ലീനെയും കൊണ്ടുപോകണമെന്ന്. കൊച്ചിനെ കൊണ്ടുവന്നോണ്ട് നീ എന്തെങ്കിലും പ്രശ്നമാക്കുവോ? എന്തിനാ ദീപായി ഓവർത്തിങ്കി? ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടോ നീ. ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ കൊണ്ട്. നിനക്ക് നമ്മൾ പിരിഞ്ഞതില് സങ്കടമൊന്നുമില്ലേ? സങ്കടം ഇല്ലാതില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ സങ്കടം നിന്നെ വിട്ടുപോയതിലല്ല, എന്നെ മനസ്സിലാക്കാതെ പോയല്ലോ. ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയുന്ന എന്തിലും കുറ്റം കണ്ടുപിടിച്ചാ പിന്നെ എന്നെ എങ്ങനെ മനസ്സിലാവാനാ? ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് പറയാം, നമ്മൾ നമ്മുടെ വേദന മറ്റുള്ളവരോട് പറയാൻ സാധിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകാതെ പോകുന്നതും അതൊരു വഴക്കിലേക്ക് പോകുന്നു. നമ്മുടെ ഇടയിൽ അതിനാണല്ലോ സംഭവിച്ചത്. ഞാൻ നിന്നെ മനസ്സിലാക്കുന്നില്ല, നിനക്ക് വേണ്ട പ്രയോറിറ്റി തരുന്നില്ല. അങ്ങനെ നീ ഓരോന്ന് എന്നോട് പറയുമ്പോഴും എനിക്ക് ഫീൽ. എന്ത് പറഞ്ഞാലും നിനക്കതൊരു കുറ്റപ്പെടുത്തലായിട്ടേ തോന്നും. ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഞാൻ പിന്നീട് മനസ്സ് തുറന്ന് നിന്റെ അടുത്ത് സംസാരിക്കാൻ വരാതിരുന്നത്. വേറെ വഴക്കുണ്ടാക്കണ വിചാരിച്ചു. ഇതെന്നാ പിന്നെ ആദ്യമേ പറയത്തില്ലായിരുന്നോ? ഇപ്പൊ അതുകൊണ്ട് എന്തുണ്ടായി? രണ്ടുപേരുടെ വാശി ജയിച്ചു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും നേടാൻ പറ്റിയിട്ടില്ലല്ലോ രണ്ടുപേർക്കും. ചില വേദനകൾക്ക് ശബ്ദം ഉണ്ടാക്കിയാലേ കേൾക്കാൻ ആരും ഉണ്ടാവില്ല. എന്നാലും നീ ഇപ്പൊ ഹാപ്പി അല്ലേ? നിനക്കെന്നെ പിരിഞ്ഞതിൽ സങ്കടമൊന്നും തോന്നിയിട്ടില്ലേ? നമ്മൾ ഒരുപാട് സ്നേഹിച്ച ആളുകൾ പിരിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമുക്കൊരേ വെറുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ആലോചിക്കാറുണ്ട്. പക്ഷെ ഇഷ്ടമാണെന്ന് വെച്ച് നമ്മളൊരു ശല്യമാകാൻ പാടില്ല. എന്തായാലും നീ ഹാപ്പി ആയിട്ട് ചെയ്യും. നമ്മള് നിൽക്കുന്ന സിറ്റുവേഷൻ അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് ആ ഒരു രീതിയിൽ പറയുമ്പം അത് അവർക്കതൊരു കുറ്റമായിട്ട് ചിലപ്പോൾ തോന്നാം. പക്ഷെ അത് പറയുന്നത് കുറ്റമായിട്ടൊന്നും അല്ല. പക്ഷെ അത് അവര് കുറ്റമായിട്ട് എടുത്ത് അവര് വീണ്ടും അടിയുണ്ടാക്കി അവരവര് വാശി കാണിച്ചിരിക്കും. വാശി കാണിക്കാം. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരടുത്തും നമ്മളെ മനസ്സിലാക്കുന്നവരടുത്ത് തന്നെയാണ് നമ്മൾ വാശി കാണിക്കേണ്ടത്. പക്ഷെ വാശി കാണിച്ചാലും ആ വാശി എല്ലാം മാറ്റി വെച്ചിട്ട് അതിൽ കൂടുതൽ സ്നേഹിക്കാൻ ഉറപ്പുള്ള ആളായിരിക്കണം. അത്രേ ഉള്ളൂ.